ഒരു റിലേഷൻഷിപ്പ് ഹാപ്പിയായി മുന്നോട്ട് പോകാൻ അവിടെ സ്നേഹം മാത്രം മതിയോ? പലപ്പോഴും നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, രണ്ട് വ്യക്തികൾ ഉണ്ടാവുന്നു, അവർ തമ്മിൽ ഇഷ്ടമാവുന്നു, പിന്നെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്, ആ സ്നേഹം കൊണ്ട് മാത്രം ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ്. പക്ഷേ ഒരു റിയൽ ലൈഫിലേക്ക് വരുന്ന കോണ്ടെക്സ്റ്റിൽ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ഹാപ്പി ആയിരിക്കാൻ സ്നേഹം മാത്രം മതിയോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ലവിൻ്റെ പുറമേ ആയിട്ടുള്ള വേറെ കുറച്ച് കീ പില്ലേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ്. ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹം അല്ലെങ്കിൽ ലവ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നല്ല കണക്ഷൻ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യാനായിട്ടുള്ളൊരു ഏർജ് ഉണ്ടാവും, അതിലുപരിയായിട്ട് നല്ലൊരു ഇമോഷണൽ ക്ലോസ്നെസ് രണ്ടാൾക്കാർ തമ്മിലുണ്ടാവും. പക്ഷേ ഈ ലവ് ഉണ്ടായത് കൊണ്ട് മാത്രം ആ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നില്ല. ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ആവാൻ നമുക്ക് സ്നേഹം മാത്രം മതി. അത് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളാണ് ആവശ്യം. ലവ് പ്രൊവൈഡ് ചെയ്യാത്ത വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേർക്കും അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വളരെ അത്യാവശ്യമാണ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് അത് സോൾവ് ചെയ്യാൻ ഒരിക്കലും ഈ ലവിന് സാധിക്കില്ല. അതിലുപരിയായിട്ട് പിന്നെ ഉണ്ടാകുന്ന നമ്മളുടെ പാസ്റ്റിലുള്ള അൺറിസോൾവ് ആയിട്ടുള്ള ട്രോമ, കോൺഫ്ലിക്ട്സ്, കാര്യങ്ങൾ ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ടും നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ പറ്റുന്നതായിരിക്കില്ല. ചില റിലേഷൻഷിപ്പിൽ രണ്ടാൾക്കും നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ടാവും, പക്ഷെ അവർ ഇൻകമ്പാറ്റബിൾ ആയിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, രണ്ടാളുടെ ഫ്യൂച്ചർ ഗോൾസും അലൈൻ ചെയ്ത് പോകുന്നില്ല. അവർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോറൽസ് ആണ്, വാല്യൂസ് ആണ്, ബിലീഫ്സ് ആണ്. ഇതൊന്നും നമുക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ റിലേഷൻഷിപ്പിൽ സ്നേഹം മാത്രം ഉള്ളത് കൊണ്ട് അതൊരു ലോങ് ടേമിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പുറത്തെ ആളെ എൻ്റെ മൈൻഡ് റീഡ് ചെയ്തോളും എന്നുള്ളൊരു തോട്ട്. അതായത് എനിക്ക് വേണ്ടത് ഇക്കാര്യമാണ്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തൊരു കാര്യം എനിക്ക് വിഷമമായിട്ടുണ്ട്, പക്ഷെ ഞാൻ അതെൻ്റെ പാർട്ട്ണറിനോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ, ആളെന്നെ എത്ര കാലമായിട്ട് അറിയാം, സോ ഹീ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ അത് റീഡ് ചെയ്ത് എടുക്കണം, എൻ്റെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി പല ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ എന്നെ ബോദർ ചെയ്തൊരു കാര്യം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ ആൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതിനാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മളത് ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടായ വിഷമം, അല്ലെ ഇതാണ് കാര്യം, നിനക്ക് എന്താ പറ്റിയതെന്ന് അവരെ സൈഡും ചോദിക്കുക എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ നീഡ് ബേസ്ഡ് ആയിട്ട്, ഓക്കെ ഇപ്പം നാളെ നമുക്കൊന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഫ്ലവേഴ്സ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേഷൻഷിപ്പിന് ഇതല്ലാതെ തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസും നീഡ്സും ഉണ്ടാവും. ഇത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണോ, അതൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഒരു രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്. അവർക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മളുടെ നീഡ് ഇതൊക്കെയാണ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഇതൊക്കെയാണ് എന്ന് നമ്മൾ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ്ങറായി നിൽക്കാനും അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പില്ലർ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ്. ഒരു റിലേഷൻഷിപ്പിൽ എന്താണെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. കാരണം രണ്ട് വ്യക്തികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരായിരിക്കാം, ഡിഫറെൻ്റ് എക്സ്പീരിയൻസസിലൂടെ പോയ ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഹാർമണി, അല്ലെങ്കിൽ ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫിനെ ഒന്ന് ഡൗൺ ചെയ്യാൻ, ആ ഒരു ബോണ്ടിനെ റപ്ചർ ചെയ്യാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ആ റപ്ചർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ആൾക്കാർ കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് മനസ്സിൽ വെക്കുന്നതല്ല ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബോണ്ട് റപ്ചർ ആയി കഴിഞ്ഞാലും അത് എങ്ങനെ റിപ്പയർ ചെയ്യണം, എങ്ങനെ ആ ക്ലോസ്നെസ് ഇനിയും തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ആ റിലേഷൻഷിപ്പിന് സക്സസ് തീരുമാനിക്കുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രാഫിൽ പോകുന്ന കാര്യങ്ങളായിരിക്കില്ല. അത് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, റപ്ചറും ഉണ്ടാവും, അതിൻ്റെ കൂടെ റിപ്പയറും ഉണ്ടാകുന്ന സമയത്താണ് ആ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത് വാല്യൂ അലൈൻമെൻ്റ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനും ഒരേപോലെയുള്ള വാല്യൂസ് ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം. പക്ഷേ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് ആൾക്കാരുടെയും വാല്യൂസിന് കോ എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ലോങ് ടേമിലേക്ക് പോകുന്ന റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുള്ളായിട്ട് രണ്ടുപേരെയും മുന്നോട്ടേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യം. പലപ്പോഴും ആൾക്കാർ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടും അതിൽ പിന്നെ ഹോൾഡ് ഓൺ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ലൂസിങ് സമ്മൺ. അതായത് ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ
എന്തായിരിക്കും, ഞാൻ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യം കാരണമാണ്. അതിലുപരിയായിട്ട് ചില ആൾക്കാർ ചിന്തിക്കുക, ഓക്കെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫിക്സ് ആവും എന്നുള്ളൊരു ഹോപ്പിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പ്ലീസ് ഡു ലെറ്റ് us know in the comments. നിങ്ങളെ റിലേഷൻഷിപ്പ് എത്ര ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ ടീം ഓഫ് സൈക്കോളജിസ്റ്റ് ഒരു ഫ്രീ റിലേഷൻഷിപ്പ് അസസ്മെൻറ്റ് ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻസിലും കൊടുക്കാം. പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. For more relationship and mental health related content, subscribe to our page. Thank you.